ഗുഡ് ആഫ്റ്റർനൂൺ 1 PM ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഇതുവരെയുള്ള എല്ലാ വാർത്തകളുടെയും സമഗ്രമായ റിപ്പോർട്ടുകളും ഒപ്പം ഏറ്റവും പുതിയ തെരഞ്ഞെടുപ്പ് അപ്ഡേറ്റുകളുമായി 1 PM ന്യൂസ് തുടങ്ങുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. ഞാൻ അസ്ദ സഹീർ. എന്തായാലും പ്രജൻ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളിലേക്കാണ് ആദ്യം പോകുന്നത്. വലിയ കോലാഹലങ്ങളൊക്കെ നടത്തിയുള്ള പ്രചാരണമാണ്. എല്ലാ നേതാക്കളെയും കളത്തിലിറക്കിക്കൊണ്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ. ചുരുങ്ങിയ ദിവസം മാത്രം പരമാവധി ജനങ്ങളിലേക്ക് എത്താനുള്ള ശ്രമം. തീർച്ചയായും പരമാവധി ജനങ്ങളിലേക്ക് എത്താനുള്ള ശ്രമം കൂടി. എന്തായാലും നമുക്ക് നോക്കാം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിശദ റിപ്പോർട്ടുകൾ. തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. മൈജി ഫ്യൂച്ചർ വോട്ടുത്സവം സമർപ്പിക്കുന്നത് മൈജിയാണ് ഫ്യൂച്ചർ. co-sponsored by ആഘോഷങ്ങൾ നടക്കട്ടെ വോക്കരു പ്ലസ്. തെരഞ്ഞെടുപ്പ് ഡീൽ ആരോപണത്തിൽ കത്തിക്കയറി ഇന്നും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ നേതാക്കൾ. രാഹുൽ ഗാന്ധിയും കോൺഗ്രസും BJPയുടെ ബി ടീമാണെന്ന ആരോപണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ചു. രാഹുലിനെ വിമർശിച്ച് പ്രധാനമന്ത്രിയുടെയും അമിത്ഷായുടെയും ഗുഡ് ബുക്കിൽ കയറാനാണ് മുഖ്യമന്ത്രിയുടെ ശ്രമമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തിരിച്ചടിച്ചു. ഡീലിനല്ല ജയിക്കാനാണ് വന്നതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം. നേമത്തും തൃശൂരിലും BJPക്ക് അക്കൗണ്ട് തുറക്കാൻ സൗകര്യമൊരുക്കിയത് കോൺഗ്രസ് എന്ന വിമർശനം ഇന്നും മുഖ്യമന്ത്രി ഉന്നയിച്ചു. രാഹുൽ ഗാന്ധിക്കെതിരായ വിമർശനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ചു. രാഹുൽ ഗാന്ധി ഈ അഖിലേന്ത്യാ നേതാവാണ്. പക്ഷേ സാധാരണ പ്രാദേശിക നേതാവിൻ്റെ പ്രാദേശിക പ്രവർത്തകൻ്റെ കാര്യവിവരം പോലും ഇല്ല എന്നാണ് പ്രശ്നം. കണ്ടാലും കൊണ്ടാലും പഠിക്കില്ല. ഗുരുവായൂരിൽ CPIM BJP ഡീലെന്ന മുസ്ലിം ലീഗ് നേതാവ് KN ഖാദറിന്റെ ആരോപണം മുഖ്യമന്ത്രി തള്ളി. BJPയുടെ ഗുഡ് ബുക്കിൽ കയറാനാണ് മുഖ്യമന്ത്രിയുടെ വിമർശനമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ തിരിച്ചടി. പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ എതിർക്കുന്നത്, രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് മോശമായ പരാമർശം നടക്കുന്നത് അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ഗുഡ് ബുക്കിൽ കയറാൻ വേണ്ടിയിട്ടാണ്. കാരണം കുറേ കേസുകൾ വെച്ച്, അദ്ദേഹത്തിനെതിരായിട്ടുള്ള കേസുകൾ വെച്ച് അവർ ബ്ലാക്ക് മെയിൽ ചെയ്യാണ്. തൃശ്ശൂരിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ കരുവന്നൂർ ബാങ്ക് വെച്ച് EDയെ വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തതുപോലെ ഇപ്പൊ ബ്ലാക്ക് മെയിൽ ചെയ്യാണ്. CPIM BJP ഡീലിന്റെ പ്രഭവ കേന്ദ്രം തൃശൂർ എന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ 24നോട് പറഞ്ഞു. ഡീലിനല്ല ജയിക്കാനാണ് വന്നതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ജനങ്ങളുടെ മാറിയ ഒരു മനോനില, ഒരു മൈൻഡ് സെറ്റ്, ഒരു വോട്ടിംഗ് മൈൻഡ് സെറ്റ് മാറിയിട്ടുണ്ട്. അവരതിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ വഴിയെ ചിന്തിക്കാതിരിക്കാനുള്ള ചില ചെപ്പടി വിദ്യകളുമായിട്ടാണ് ഈ വാക്കുകളുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഡീലിന് ഞാൻ ഡീലിന്റെ വിലയെ കൽപ്പിക്കുന്നുണ്ട്. ഡീൽ ആരോപണം സഹായിക്കുന്നത് BJP ആണെന്ന് കാഞ്ഞിരപ്പള്ളിയിലെ NDA സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ ജോർജ് കുര്യനും പ്രതികരിച്ചു. ഇലക്ഷൻ ഡെസ്ക് 24. തിരുവനന്തപുരം വട്ടിയൂർക്കാവിലെ ഡീൽ ആരോപണത്തിൽ K മുരളീധരൻ ശ്രീലേഖ വാക്പോര്. മണ്ഡലത്തിൽ ത്രികോണപ്പോരിന്റെ ലക്ഷണമില്ലെന്നും BJPയുടെ പ്രവർത്തനം മന്ദഗതിയിലെന്നും UDF സ്ഥാനാർത്ഥി K മുരളീധരൻ പറഞ്ഞു. മുരളീധരൻ ശുദ്ധ അസംബന്ധം പറയുന്നുവെന്നാണ് NDA സ്ഥാനാർത്ഥി ശ്രീലേഖയുടെ പ്രതികരണം. ഡീൽ ആരോപണം CPIM-ഉം തള്ളുന്നു. ഡീല് വളരെ വ്യക്തമാണല്ലോ. ഒരു ത്രികോണ പോരിൻ്റെ വല്ല ലക്ഷണം നിങ്ങളിവിടെ കാണുന്നുണ്ടോ? ഞാൻ പറയുന്ന പോട്ടെ, ഇവിടെ അങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് BJPയുടെ ഒരു A ക്ലാസ് മണ്ഡലം എന്ന് അവരവകാശപ്പെടുന്ന സ്ഥലത്ത് ഇത്രയും തണുത്ത പ്രവർത്തനം ആദ്യമായിട്ട് കാണാം. കഴിഞ്ഞ കോർപ്പറേഷൻ ഇലക്ഷനിലും ലോക്സഭ ഇലക്ഷനിലും കണ്ട ഒരു ആവേശം ഇവിടെ കാണുന്നില്ലല്ലോ. അതാണ് പറഞ്ഞ ഡീലെന്ന് പറഞ്ഞു. മാത്രമല്ല ചില BJP കൗൺസിലർമാർ ഞങ്ങളുടെ വോട്ട് പ്രശാന്തനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും ഞങ്ങൾ പരാജയപ്പെടാൻ പോകുന്നില്ല. ഈ ശുദ്ധ അസംബന്ധത്തിലൊന്നും ഞാൻ പ്രതികരിക്കുന്നില്ല. ശുദ്ധ അസംബന്ധം അതേ ഉള്ളൂ എൻ്റെ പ്രതികരണം. നമ്മൾ ഓരോരുത്തരുടെ കാര്യങ്ങൾക്കൊക്കെ പ്രതികരിക്കാൻ പോകുന്നത് എന്തിനാണ്? ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ പ്രചാരണം നടത്തുന്നു, അത്രേ ഉള്ളൂ. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക സർക്കുലറിൽ BJPയുടെ സീൽ പതിഞ്ഞ സംഭവത്തിൽ വിവാദം തുടരുകയാണ്. വിവാദക്കത്ത് നീക്കം ചെയ്യാത്തതിൽ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ Xനെതിരെ പോലീസ് കേസെടുത്തു. കേസെടുക്കാനുള്ള നീക്കത്തിന് പിന്നിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ച കത്തിൽ BJPയുടെ സീൽ വന്നതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ നീക്കം ചെയ്യാൻ കേരള പോലീസ് ഇന്നലെ മുതലാണ് നടപടി ആരംഭിച്ചത്. ഫേസ്ബുക്കിൽ നിന്ന് 290 പോസ്റ്റുകളും ഇൻസ്റ്റഗ്രാമിൽ നിന്ന് 90 പോസ്റ്റുകളുമാണ് ഇതുവരെ നീക്കം ചെയ്തത്. എന്നാൽ ഇതേ നിർദ്ദേശം ലഭിച്ചിട്ടും വിവാദ കത്തുൾപ്പെട്ട പോസ്റ്റുകൾ പിൻവലിക്കാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായി X തയ്യാറായില്ല.
ഇതേ തുടർന്നാണ് എക്സിനെതിരെ തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് കേസെടുത്തത്. പ്രധാനമന്ത്രിയെയും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെയുള്ള ഭരണഘടനാ അധികാരികളെയും തെറ്റിദ്ധരിപ്പിക്കുന്നതും അപകീർത്തിപ്പെടുത്തുന്നതുമായ രീതിയിൽ വ്യാജ വീഡിയോകൾ പ്രചരിപ്പിച്ചുവെന്നാണ് കേസ്. എക്സ് കലാപശ്രമം നടത്തുന്നുവെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. മതവൈര്യത്തിന് ശ്രമിച്ചതടക്കം കുറ്റം ചുമത്തിയിട്ടുണ്ട്. ലക്ഷ്മി എൻ രാജു, എക്സ് കോർപ്പറേറ്റ് എന്നിവരെ പ്രതിയാക്കിയാണ് കേസ്. കേസെടുത്തത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം അല്ലെങ്കിൽ എനിക്ക് ഊഹിക്കാൻ കഴിയുന്നിടത്തോളം ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശം അനുസരിച്ചായിരിക്കും പോലീസ് ഈ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്ലറിക്കൽ പിശകെന്ന് വിശദീകരിക്കുകയും പിന്നീട് പിൻവലിക്കുകയും ചെയ്ത കത്ത് ഇപ്പോഴും പ്രചരിക്കുന്നുണ്ട്. വിഷയത്തിൽ കോൺഗ്രസും CPM-ഉം കേന്ദ്ര സർക്കാരിനും തിരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു. 24 തിരുവനന്തപുരം. കായംകുളത്തെ LDF സ്ഥാനാർത്ഥി യു പ്രതിഭയ്ക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ കേസെടുക്കാൻ ജില്ലാ കളക്ടറോട് നിർദ്ദേശം. പരാമർശം നടത്തിയ മുസ്ലിം ലീഗ് നേതാവ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്നാണ് കണ്ടെത്തൽ. UDF നേതാക്കൾക്കെതിരെ മോശം പരാമർശം നടത്തിയവർക്കെതിരെ CPM എന്തു നടപടിയെടുത്തെന്നാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. പ്രസംഗ വീഡിയോയും മാധ്യമ വാർത്തകളും പരിശോധിച്ച ശേഷമാണ് UDF നിയോജക മണ്ഡലം ചെയർമാനായിരുന്ന ഇർഷാദിനെതിരെ കേസെടുക്കാൻ പോലീസിന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയത്. സ്ത്രീകളുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തൽ, തിരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുന്ന വിധമുള്ള തെറ്റായ പ്രസ്താവന നടത്തൽ, അപകീർത്തിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തുക. അധിക്ഷേപ പരാമർശത്തിന് ശേഷവും തനിക്കെതിരെ സൈബർ ആക്രമണം തുടരുകയാണെന്ന് യു പ്രതിഭ 24-നോട് പറഞ്ഞു. ആ വ്യക്തി ഉറക്കെ പറഞ്ഞു, അണികളായിട്ടുള്ള കുറേ ആളുകൾ അത് മുഖമില്ലാത്തവരാണ് സോഷ്യൽ മീഡിയ വന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ എന്തുമാത്രം ആക്രമണം നേരിട്ടാണ് വന്നിരിക്കുന്നതെന്നറിയോ. ഇപ്പം തന്നെ വീണ്ടും വളച്ചൊടിച്ച കാര്യങ്ങളും കൊണ്ടുവരുമ്പോൾ എന്തെല്ലാം കള്ള ക്യാമ്പയിനാണ് 2 ദിവസമായിട്ട് വീണ്ടും ഇറക്കുന്നത്. സാംസ്കാരിക ഔന്നത്യം മറന്നാണ് UDF പ്രവർത്തനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. ഒരു സഹോദരിക്കെതിരെ എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു പരാമർശം നടത്താൻ കഴിയുന്നത്? പൊതുരംഗത്ത് വരുന്ന സ്ത്രീകളെ ഈ രീതിയിൽ അവമാനിക്കുന്ന നില സ്വീകരിക്കുക, അങ്ങനെ കാണുന്നത് തന്നെ എന്തൊരു മനോവൈകൃതമാണ്. അധിക്ഷേപ പരാമർശത്തെ UDF നേതാക്കൾ അപലപിച്ചു. അധിക്ഷേപകരമായ പരാമർശമാണ്. ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവ് ഒരു വനിതാ നേതാവിനെ കുറിച്ചോ പ്രവർത്തകയെക്കുറിച്ചോ ഒരു വനിതയെക്കുറിച്ചോ പറയാൻ പാടില്ലാത്ത കാര്യമാണ് പറഞ്ഞത്. പരാമർശം നടത്തിയ മുസ്ലിം ലീഗ് നേതാവ് ഇർഷാദ് ചാക്കാലശ്ശേരി മാന്യതയുടെയും മര്യാദയുടെയും സീമ ലംഘിച്ചെന്ന് ചാണ്ടി ഉമ്മൻ 24-നോട് പ്രതികരിച്ചു. അതൊക്കെ പറയുന്നത് തീർച്ചയായും ഒരു മാന്യതയുടെയും മര്യാദയുടെയും സീമയൊക്കെ ലംഘിക്കുകയാണ്. അശ്വിൻ പാലാഴി, ആലപ്പുഴ. അസദ, എനിക്ക് തോന്നുന്നു നമുക്ക് ഈ സ്ഥാനാർത്ഥികളുടെ ഒരു പൊതുവിലുള്ള അവസാന ചിത്രം അത് ഇതുവരെയും തെളിഞ്ഞിട്ടില്ല. കാരണം ഇന്നുകൂടി ഉണ്ട്. ഇന്ന് അവസാനം എന്നാണ് പത്രിക പിൻവലിക്കാനുള്ള സമയം പൂർത്തിയാവുകയാണ്. അപ്പോൾ ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരമായിരിക്കും കേരളത്തിൽ എത്ര പേർ മത്സരിക്കുന്നുണ്ട് എന്ന കൃത്യമായ ചിത്രം കിട്ടുക. പക്ഷേ ഇപ്പോൾ പോലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില രാഷ്ട്രീയ തർക്കങ്ങളൊക്കെ തന്നെ പാർട്ടികൾക്കുള്ളിൽ നടക്കുന്നുണ്ടെന്നുള്ളതാണല്ലോ വസ്തുത. അതിൽ ഏറ്റവും പ്രധാനം മഞ്ചേശ്വരത്തേതാണ്. മഞ്ചേശ്വരത്തെ STPI സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. അത് UDFന്റെ വിജയസാധ്യതയെ ബാധിക്കും എന്ന വിലയിരുത്തലുകൾ മുൻപ് തന്നെ ഉണ്ടായിരുന്നു. സ്ഥാനാർത്ഥിയെ പിൻവലിക്കാനുള്ള നീക്കങ്ങളും നടത്തിയിരുന്നു. ഇപ്പോൾ ആ തീരുമാനത്തിലേക്ക് STPI എത്തുമ്പോൾ പക്ഷേ STPIക്കുള്ളിൽ ആ തീരുമാനം വലിയ കലാപം ഉയർത്തുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും അവിടുത്തെ മഞ്ചേശ്വരത്തെ SDPI സ്ഥാനാർത്ഥി KM അഷ്റഫ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന തീരുമാനമെടുത്തിരിക്കുന്നു പാർട്ടി. പക്ഷേ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ച് KM അഷ്റഫ് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്റെ എല്ലാ പാർട്ടിയുടെ എല്ലാ ഉത്തരവാദിത്വത്തിൽ നിന്നും ഞാൻ രാജിവെച്ചിരിക്കുന്നു. ബാക്കി കാരണം നിങ്ങൾ മനസ്സിലാക്കി എന്തെങ്കിലും. STPI ജില്ലാ കൗൺസിൽ യോഗത്തിൽ നിന്ന് KM അഷ്റഫ് രാജിവെക്കും. അതേസമയം കുട്ടനാട്ടിൽ വിമത സ്ഥാനാർത്ഥി സജി ജോസഫ് പത്രിക പിൻവലിച്ചത് UDFന് ആശ്വാസമായി. കുട്ടനാട്ടിലെ UDF സ്ഥാനാർത്ഥി റെജി ചെറിയാനായി സജി ജോസഫ് പ്രചാരണത്തിനും ഇറങ്ങി. ബഹുമാനപ്പെട്ട AICCയുടെ സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ MP നിരവധി തവണ അദ്ദേഹം ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും പിൻവലിക്കുന്നതിന്റെ കാര്യം ആവശ്യപ്പെടുകയും ചെയ്തു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അദ്ദേഹവും നിരവധി തവണ വിളിച്ചു. അതുപോലെ തന്നെ കുട്ടനാട്ടിലെ നേതാക്കന്മാർ, അതുപോലെ തന്നെ കുട്ടനാട്ടിലെ സാധാരണ പ്രവർത്തകർ, അവരോടെല്ലാം പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞു. എപ്പോഴാണ് പത്രിക പിൻവലിക്കാൻ പോകുന്നത്? ഇതിനിടെ കണ്ണൂർ തളിപ്പറമ്പിലെ വിമത സ്ഥാനാർത്ഥി കൊയ്യം ജനാർദ്ദനന് മുന്നറിയിപ്പുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ രംഗത്തെത്തി. പിൻവലിച്ചില്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്തായിരിക്കും. അത്ര തന്നെ. പിൻവലിക്കാൻ 5 മണി വരെ കാത്തിരിക്കും. ഇല്ലെങ്കിൽ പാർട്ടിയിൽ ഉണ്ടാവില്ല. അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും സ്വരം കടുപ്പിക്കുന്നുണ്ട് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം ഇന്ന് അവസാനിക്കുന്നതോടെ സംസ്ഥാനത്തെ സ്ഥാനാർത്ഥി ചിത്രം പൂർണ്ണമായും വ്യക്തമാകും. ഏറ്റവും പുതിയ വിവരങ്ങളുമായി അരുൺ പാറയ്ക്കൽ
മഞ്ചേശ്വരത്ത് നിന്നും അജീഷ് ജയകുമാർ കണ്ണൂരിൽ നിന്നും, അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്നും, ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നു. ആദ്യം നമുക്ക് ഇങ്ങോട്ടാണ് അരുൺ പാറക്കിലേക്ക് പോകാം. അരുൺ പാറക്കൽ മഞ്ചേശ്വരത്തെ വിവരങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. അരുൺ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏറ്റവും വലിയ ചർച്ചയും മഞ്ചേശ്വരത്തെ SDPIയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടായിരുന്നു. ഇപ്പോൾ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പിന്മാറാൻ SDPI നേതൃത്വം തീരുമാനിക്കുമ്പോൾ പക്ഷേ സ്ഥാനാർത്ഥി വലിയ കലഹമുണ്ടാക്കുന്നുണ്ട്, വലിയ പ്രശ്നങ്ങൾ SDPIക്കുള്ളിൽ ഈ പിന്മാറ്റത്തിനുള്ള തീരുമാനം ഉണ്ടാക്കുകയാണല്ലേ? അതാ മഞ്ചേശ്വരത്ത് UDFും അതുപോലെ തന്നെ NDAയും നേർക്കുനേർ പോരാട്ടം, ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ് മഞ്ചേശ്വരം. മഞ്ചേശ്വരത്ത് SDPI സ്ഥാനാർത്ഥിത്വം അത് വലിയ തോതിലുള്ളൊരു ആശങ്ക UDFിനുള്ളിൽ സൃഷ്ടിച്ചിരുന്നു. 8600 വോട്ടുകളാണ് മഞ്ചേശ്വരത്ത് SDPIക്കുള്ളത്. ഈ 8600 വോട്ടുകൾ SDPI നേടുകയാണെങ്കിൽ അത് UDFിന്റെ ജയസാധ്യതയെ ഇല്ലാതാക്കുമെന്നായിരുന്നു UDF നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. SDPI നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് മുതൽ തന്നെ ഇത് പിൻവലിക്കാനുള്ളൊരു സമ്മർദ്ദം അത് UDF പല കോണുകളിൽ നിന്നും ചെലുത്തിയിരുന്നു. പ്രത്യേകിച്ച് ഈ മുസ്ലിം സാമുദായിക നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട SDPI സംസ്ഥാന നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദം AK അഷ്റഫ്, മുസ്ലിം ലീഗിന്റെ മുൻ MLA, സിറ്റിംഗ് MLA ആയ AK അഷ്റഫിന്റെ നേതൃത്വത്തിൽ ശ്രമിച്ചിരുന്നു. ഇന്നിപ്പോൾ CPI ലത്തീഫിന്റെ നേതൃത്വത്തിൽ മഞ്ചേശ്വരം വ്യാപാര ഭവനിൽ യോഗം ചേർന്നു. ആ യോഗത്തിൽ നിന്ന് മഞ്ചേശ്വരത്തെ SDPI സ്ഥാനാർത്ഥി KM അഷ്റഫ് ഇറങ്ങിപ്പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ആ ഇറങ്ങിപ്പോകുമ്പോൾ പോലും വൈകാരികമായി അദ്ദേഹം പ്രതികരിച്ചു എന്നുള്ളതാണ്. എന്നെ നിർത്തിയതും പാർട്ടിയാണ്, എന്നോട് പത്രിക പിൻവലിക്കാൻ പറഞ്ഞതും പാർട്ടിയാണ് എന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. മറ്റൊന്നുകൂടി അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. ജില്ലാ കൗൺസിൽ അംഗമാണ് KM അഷ്റഫ്. ഈ ജില്ലാ ഭാരവാഹിത്വത്തിൽ നിന്ന് താൻ രാജിവെക്കുന്നു എന്നുകൂടി മാധ്യമങ്ങളോട് അറിയിച്ചിട്ടാണ് അദ്ദേഹം ഇവിടെ നിന്നും പോയിരിക്കുന്നത്. കലക്ടറേറ്റിലേക്കാണ് പോകുന്നതെന്നാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. പക്ഷേ ഇതുവരെയും കലക്ടറേറ്റിൽ എത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോഴും ഈ സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായിരിക്കും നീക്കമെന്നത് ആകാംക്ഷയോടുകൂടി തന്നെയാണ് ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് K സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തോടുകൂടി സ്റ്റാർ മണ്ഡലമാണ് മഞ്ചേശ്വരം. NDAക്ക് വിജയസാധ്യത ഉള്ള 1ാം നമ്പർ മണ്ഡലമാണ് മഞ്ചേശ്വരം. അവിടെ SDPIയുടെ സ്ഥാനാർത്ഥിത്വമാണ് UDFിന് ഭീഷണിയായി, തലവേദനയായി നിലനിൽക്കുന്നത്. ഇനി എന്താണ് SDPIയുടെ നീക്കമെന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. പത്രിക പിൻവലിച്ചേക്കുമെന്നൊരു വിവരമാണ് പുറത്തു വരുന്നതെങ്കിലും KM അഷ്റഫ് അന്തിമമായൊരു നിലപാടെടുത്തിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യോഗം ഇപ്പോഴും ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ ഭാരവാഹിത്വത്തിൽ നിന്ന് രാജിവെച്ച് SDPIയിൽ നിന്ന് രാജിവെച്ച് അദ്ദേഹം സ്വതന്ത്രരായി മത്സരിക്കുമോ? അങ്ങനെ മത്സരിച്ചാൽ അദ്ദേഹത്തിന് SDPIയുടെ ചിഹ്നം ലഭിക്കാനുള്ള സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നതൊക്കെ ശ്രദ്ധേയമായ കാര്യമാണ്. എന്തായാലും UDF ഇപ്പോഴും വലിയ ആശങ്കയോടുകൂടി തന്നെയാണ് UDF കോണുകൾ ഈ കാര്യം വീക്ഷിക്കുന്നത്. അസിത, പ്രജിൻ. അരുൺ പാറക്കിലാണ് വിശദാംശങ്ങൾ നൽകുന്നത് മഞ്ചേശ്വരത്ത് നിന്നും. അസിത ഈ പറയുന്നത് പോലെ അവിടെ ഇപ്പോൾ ഒരു സ്പ്ലിറ്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് SDPI അങ്ങനെ തീരുമാനത്തിലേക്ക് പോയത്. പക്ഷേ ഇപ്പോൾ മൊത്തത്തിൽ കുളമായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇനിയിപ്പോൾ എന്ത് സമവായം ഉണ്ടാക്കാൻ കഴിയും? പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു എന്നാണ് KM അഷ്റഫ് പറയുന്നത്. അപ്പോൾ അതിനി മറ്റെന്തെങ്കിലും ഫോർമുല ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. പത്രിക പിൻവലിക്കാനും ഒക്കെ അങ്ങനെ പിൻവലിക്കാൻ പറ്റുമോ? അതോടൊപ്പം തന്നെ സ്വതന്ത്രമായിട്ട് മത്സരിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ്. എന്തായാലും അത് വലിയ രാഷ്ട്രീയ ആകാംക്ഷയായി നിൽക്കുന്നുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി അതിനൊരു വ്യക്തത ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. നമുക്കിനി കണ്ണൂരിലേക്കാണ്. അജീഷ് ജയകുമാർ അവിടെ നിന്ന് ചേരുന്നു. അജീഷ്, കണ്ണൂരിലേക്ക് വരികയാണെങ്കിൽ തളിപ്പറമ്പാണ് ഇന്നത്തെ ഒരു ഹോട്ട് ടോപ്പിക്കായി വരുന്നത്. TK ഗോവിന്ദൻ മത്സരിക്കുന്നു അവിടെ സ്വതന്ത്രനായി. ഇവിടെ UDF പൂർണ്ണ പിന്തുണ നൽകുകയാണ്. പക്ഷേ അതേസമയം തന്നെ കോൺഗ്രസിൽ ആ സമയത്ത് ഈ പേര് ഉയർന്നു കേട്ട സമയത്ത് തന്നെ ഉണ്ടായ അവിടുത്തെ പ്രാദേശിക നേതാക്കൾക്കിടയിലുള്ള ഒക്കെ വിമത സ്വരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ അതിപ്പോൾ കൂടുതൽ ശക്തമാവുകയാണോ? എന്താണ് ഈ കൊയ്യം ജനാർദ്ദനന്റെ നിലപാട്? അതിലെങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടി ഇടപെടുന്നത്? അസിത, പ്രജൻ, എന്തായാലും തളിപ്പറമ്പിലെ കോൺഗ്രസിന്റെ മോഹങ്ങൾക്ക് ചെറിയൊരു തിരിച്ചടി തന്നെയാണ് ഈ കൊയ്യം ജനാർദ്ദനൻ. അദ്ദേഹം തുടക്കം മുതൽ തന്നെ പറഞ്ഞത് കൈപ്പത്തി ചിഹ്നത്തിൽ തളിപ്പറമ്പിൽ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകാതെ തന്റെ പത്രിക പിൻവലിക്കില്ല എന്ന് തന്നെയാണ്. ഇന്ന് രാവിലെയും KC വേണുഗോപാൽ അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു. ഈ പത്രിക പിൻവലിക്കണമെന്ന് തന്നെയാണ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത്. പക്ഷേ ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കൊയ്യം ജനാർദ്ദനൻ. എന്നാൽ ഇനി 1.5 മണിക്കൂർ മാത്രമാണ് ഇനി പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയം. ഇപ്പോഴും അദ്ദേഹം തന്റെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പാർട്ടിക്ക് പുറത്തേക്കുള്ള വഴി തന്നെ കൊയ്യം ജനാർദ്ദനൻ തുറന്നിടുകയാണ്. കാരണം അദ്ദേഹത്തിനുള്ള ഒരു മുന്നറിയിപ്പ് കൂടി KC വേണുഗോപാൽ നൽകി കഴിഞ്ഞു. പത്രിക പിൻവലിച്ചില്ലെങ്കിൽ KPCC അംഗമായിരുന്നാലും ആരായിരുന്നാലും പാർട്ടിക്ക് പുറത്താക്കും എന്നുള്ളൊരു മുന്നറിയിപ്പ് തന്നെയാണ് KC വേണുഗോപാൽ നൽകിയത്. നേരത്തെ നമ്മൾ കൊയ്യം ജനാർദ്ദനുമായി നേരിട്ട് സംസാരിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് പാർട്ടി നടപടി ഉണ്ടാകണമെങ്കിൽ ഉണ്ടായിക്കോട്ടെ, പക്ഷേ താൻ പത്രിക പിൻവലിക്കില്ല. ഇത് കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വത്തിന്റെ അഭിമാനം കാത്തുസൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് താൻ സ്ഥാനാർത്ഥിയായത് എന്നുള്ളൊരു നിലപാടാണ് കൊയ്യം ജനാർദ്ദനൻ സ്വീകരിച്ചത്.
എന്തായാലും പ്രാദേശിക നേതാക്കളുടെ പിന്തുണ അദ്ദേഹത്തിനുണ്ടെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് അദ്ദേഹത്തിനൊപ്പം ഉള്ളതെന്നും തളിപ്പറമ്പിൽ കോൺഗ്രസിന് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നുമാണ് TK ഗോവിന്ദൻ ക്യാമ്പിന്റെ പ്രതീക്ഷ. യെസ്, അശ്വിൻ പാലാഴിയാണ്, ക്ഷമിക്കണം, അജീഷ് ജയകുമാറാണ് കണ്ണൂരിൽ വിശദാംശങ്ങൾ നൽകുന്നത്. അശ്വിൻ പാലാഴിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ആലപ്പുഴയിൽ നിന്നും അശ്വിൻ ചേരുന്നുണ്ട്. അശ്വിൻ, കുട്ടനാട്ടിലും UDF വിമതരുണ്ടായിരുന്നു, പക്ഷേ പത്രിക പിൻവലിച്ചിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസമാകുന്നുണ്ടല്ലേ ഈ മണിക്കൂറിൽ? ഇത്തവണ കോൺഗ്രസ് ഉറപ്പിച്ചു പറയുന്ന സീറ്റുകളിൽ ഒന്നാണ്. അത് നിലവിൽ NDPയുടെ കയ്യിലാണ്. LDFിന്റെ കയ്യിലാണെങ്കിൽ പോലും ഇത്തവണത്തെ അനുകൂല രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിന് UDFിന് വളരെ അനുകൂലമായ സാഹചര്യത്തിൽ ആ സീറ്റ് പിടിച്ചെടുക്കാം എന്ന പ്രതീക്ഷയിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ റെജി ചെറിയാൻ മത്സരവുമായി മുന്നോട്ട് പോകുമ്പോഴാണ് സീറ്റ് പ്രതീക്ഷിച്ചിരുന്ന, അല്ലെങ്കിൽ കോൺഗ്രസ് സീറ്റ് ഏറ്റെടുത്ത് സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന DCC വൈസ് പ്രസിഡന്റായിരുന്ന സജി ജോസഫ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. അതിന് പിന്നാലെ കോൺഗ്രസ് വലിയ വെട്ടിലാവുകയും ചെയ്തു. കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിലടക്കം കുട്ടനാട്ടിൽ പല ആളുകളും സജി ജോസഫിന് വേണ്ടി പ്രവർത്തനത്തിന് ഇറങ്ങുകയും ചെയ്തിരുന്നു. ആ സ്ഥാനാർത്ഥിത്വം കുട്ടനാട്ടിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകും എന്ന് കണ്ടതോടെയാണ് VD സതീശൻ, KC വേണുഗോപാൽ, ദീപാദാസ് മുൻഷി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ സജി ജോസഫുമായി ചർച്ച നടത്തിയത്. 2-3 ദിവസം നീണ്ടുനിന്ന ചർച്ചയായിരുന്നു. അതിന്റെ അവസാനത്തെ ചർച്ച ഇന്ന് നടന്നത് ചങ്ങനാശ്ശേരി അതിരൂപതയിൽ വെച്ചാണ്. അവിടെ ഡീൻ കുര്യാക്കോസ് അടക്കം നേരിട്ടെത്തി സജി ജോസഫിനെ അനുനയിപ്പിച്ച ശേഷമാണ് ഈ സ്ഥാനാർത്ഥിത്വം പത്രിക പിൻവലിക്കാൻ അദ്ദേഹം തയ്യാറായത്. ഇന്നിപ്പോൾ ഇതാ ഈ കുട്ടനാട്ടിലെ UDF സ്ഥാനാർത്ഥി റെജി ചെറിയാന് കെട്ടിപ്പിടിച്ച് അദ്ദേഹത്തിനൊപ്പം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട് സജി ജോസഫ്. എന്തായാലും കുട്ടനാട്ടിൽ കോൺഗ്രസിന് വെല്ലുവിളിയായിരുന്ന വലിയൊരു ഘടകം ഒഴിഞ്ഞിരിക്കുന്നു. ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയി ഈ സീറ്റ് പിടിച്ചെടുക്കാൻ ഒപ്പമുണ്ടാകും എന്നുള്ളതാണ് പത്രിക പിൻവലിച്ച ശേഷമുള്ള സജി ജോസഫിന്റെ പ്രതികരണം. എന്തായാലും കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമോ അതോ അസ്വാരസ്യങ്ങൾ ഇനിയും തുടരുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. അശ്വിൻ പാലാഴിയാണ് ആലപ്പുഴയിൽ വിശദാംശങ്ങൾ നൽകിയത്. ഷഫീദ് റാവുത്തറോട് തിരുവനന്തപുരത്ത് ചേർന്നു. എന്താണ് ഒരു പൊതു നിലവിലെ അവസ്ഥ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതെന്ന് ചോദിക്കാം ഷഫീദിനോട്. ഷഫീദ്, ഇനിയിപ്പോൾ 1.5 മണിക്കൂർ മാത്രമാണ് ഏറ്റവും അവസാനമായി ആരൊക്കെ കേരളത്തിൽ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്ന് ഔദ്യോഗികമായി അറിയാനുള്ളൊരു സമയം. അതിനിടയിൽ ഇപ്പോൾ നമ്മൾ കണ്ടു കുട്ടനാടും തളിപ്പറമ്പിലും ഒപ്പം മഞ്ചേശ്വരത്തും ഒക്കെയാണ് പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ. അവിടെയുള്ള വിമതരുടെ നീക്കങ്ങളൊക്കെ തന്നെ ചർച്ചയാകുന്നു. അവരെ പിൻവലിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു അണിയറയിൽ. ഇനി അറിയേണ്ടത് അപരന്മാരാണ്. ഒരുപാട് ഇടങ്ങളിൽ അപരന്മാരുണ്ട്. അവരെയൊക്കെ പിൻവലിപ്പിക്കാനുള്ള നീക്കങ്ങളും ഈ മണിക്കൂറുകളിൽ നടക്കുന്നുണ്ടോ? എന്താണ് അവസാന ചിത്രം? പ്രജന ഏറിപ്പോയ ഒരു മണിക്കൂർ അതിനുള്ളിൽ ഈ മണ്ഡലങ്ങളിൽ തലവേദനയായിട്ടുള്ള അപരന്മാരെയും അതേപോലെ വിമതന്മാരെയൊക്കെ അനുനയിപ്പിക്കാനുള്ള സജീവ നീക്കം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുമെന്നുള്ളതാണ്. നമുക്കറിയാം നമ്മൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്ന് അപ്പുറത്തേക്ക് തിരുവനന്തപുരത്തടക്കം അക്കാര്യത്തിൽ തിരക്കിട്ട നീക്കങ്ങളുണ്ട്. പ്രത്യേകിച്ച് ചെറിയ വോട്ടുകൾ പോലും നിർണായകമാകുന്ന പല മണ്ഡലങ്ങളുണ്ട്. പ്രത്യേകിച്ച് ത്രികോണ മത്സരം നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ അപരന്മാരെ അടക്കം പിൻവലിപ്പിച്ചുകൊണ്ട് പരമാവധി വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കുക എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്ന കാര്യം. ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവസാനത്തെ ഔദ്യോഗിക കണക്ക് നമ്മൾ കണ്ടിരുന്നു. സംസ്ഥാനത്ത് 985 സ്ഥാനാർത്ഥികളായിരുന്നു ഇന്നലെ രാത്രി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട ഔദ്യോഗിക കണക്കിലുള്ളത്. 269 സ്ഥാനാർത്ഥികളുടെ പത്രികകൾ ഇന്നലെ മാത്രം തള്ളിയിരുന്നു. ഏതായാലും ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആദ്യഘട്ട, അതായത് ഇതുവരെയുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചതിന് ശേഷമുള്ള അവസാന ആദ്യഘട്ട കണക്കുകൾ പുറത്തേക്ക് വരും. അപ്പോൾ അറിയാം ആർക്കൊക്കെ അപരന്മാരുണ്ട് എന്നുള്ളത്. ഏറ്റവും പ്രധാനമായും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണക്കുകൾ പുറത്തു വന്നിരുന്നു. കൊടുവള്ളിയാണ്. രണ്ടാമത് തിരുവനന്തപുരം മണ്ഡലമാണ്. അങ്ങനെ ഒരു കൗതുകം കൂടി ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അവിടങ്ങളിലടക്കം കണക്കുകൾ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് വൈകിട്ട് 5 മണിയോടുകൂടി അറിയാം. പ്രജിൻ, ശരി. ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. ഇനി മറ്റു ചില റിപ്പോർട്ടുകൾ കൂടി നോക്കാം നമുക്ക്. ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠയിൽ മുൻ UDF ഭരണസമിതിക്ക് ആശ്വാസം. പ്രഥമ ദൃഷ്ട്യാ ക്രമക്കേടില്ലെന്ന് വിജിലൻസ് കണ്ടെത്തൽ. ത്വരിതാന്വേഷണ റിപ്പോർട്ട് അംഗീകരിച്ച് കേസ് ഹൈക്കോടതി തീർപ്പാക്കി. സത്യം ജയിച്ചു എന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രതികരണം. 2017 കൊടിമര പുനഃപ്രതിഷ്ഠയിലാണ് UDF ഭരണസമിതി സംശയനിഴലിലായത്. സംഭാവനയായി ലഭിച്ച സ്വർണത്തിന്റെ കണക്കുകളിലായിരുന്നു അവ്യക്തത. 412 ഗ്രാം സ്വർണമാണ് കൊടിമരം സ്വർണം പൂശാൻ സംഭാവന ലഭിച്ചത്. മുഴുവൻ സ്വർണവും വാജീവാഹന അഷ്ടദിക്പാലകരുടെ നിർമ്മാണത്തിൽ ഉപയോഗിച്ചു. സംഭാവന നൽകിയ 23 പേരുടെ മൊഴിയും വിജിലൻസ് രേഖപ്പെടുത്തി. തുടർന്നാണ് കേസെടുക്കാൻ തെളിവുകളില്ലെന്ന നിഗമനത്തിൽ വിജിലൻസ് എത്തിയത്. അന്വേഷണ റിപ്പോർട്ട് അംഗീകരിച്ച ഹൈക്കോടതി കേസ് തീർപ്പാക്കി. ഹൈക്കോടതി നടപടിയെ UDF നേതാക്കൾ സ്വാഗതം ചെയ്തു. ഒരു തെളിവില്ല. കാരണം എന്താ, ഹൈക്കോടതി നിയോഗിച്ച അഡ്വക്കേറ്റ് കമ്മീഷണറുടെ സാന്നിധ്യത്തിലാണ് നടത്തിയത്. അഡ്വക്കേറ്റ് കമ്മീഷണർ അത് സംബന്ധിച്ച റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കൊടുക്കുകയും ഹൈക്കോടതി അതിനെ അഭിനന്ദിക്കുകയും ചെയ്തതാണ്. ഇത് മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ കാര്യം വെറുതെ പറയുന്നില്ല, അതിലൊരു കാര്യമില്ല. LDFന്റെ സ്വർണ്ണക്കൊള്ള മറക്കാൻ വേണ്ടി നടത്തിയ ശ്രമമെന്ന് മുൻ ദേവസ്വം ബോർഡ് അംഗം അജയ് തറയിൽ.
ഹൈക്കോടതി ഞങ്ങൾ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ ഹൈക്കോടതിയിൽ ഇവർ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ഞങ്ങൾ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. ഹൈക്കോടതി ആ കേസ് അവസാനിപ്പിക്കാൻ പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ഞാൻ അന്ന് പറഞ്ഞു, ഇത് എൻ്റെ അഗ്നിശുദ്ധി വരുത്താൻ, ജനങ്ങളുടെ മുന്നിൽ അഗ്നിശുദ്ധി വരുത്താൻ കഴിയുന്ന ഒരു കാര്യമായിരിക്കും. സ്വർണ്ണക്കൊള്ളക്കേസിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ SIT വീണ്ടും സമയം തേടി. ജംഷഡ്പൂർ ലാബിലെ പരിശോധനാ ഫലം ലഭിച്ച ശേഷം റിപ്പോർട്ട് സമർപ്പിക്കാമെന്നാണ് SIT നിലപാട്. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. പെട്രോൾ ഡീസൽ വില കുത്തനെ കൂട്ടിയിരിക്കുന്നു. രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ ഇന്ധന റീറ്റെയിലറായ നയാര എനർജി പെട്രോൾ ലിറ്ററിന് 5 രൂപ 30 പൈസയും ഡീസലിന് ലിറ്ററിന് 3 രൂപയുമാണ് കൂട്ടിയത്. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്നും ചേരുകയാണ്. അർജുൻ, ഈ ഇന്ധന പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ തീരുമാനം. എന്താണ് വിശദമായ വിവരങ്ങൾ? പ്രജിൻ, അസിത, വലിയ വർധനവാണ് ഈ നയാര ഇപ്പോൾ ഇന്ധന വിലയെ സംബന്ധിച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഇത് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഈ നയാരയുടെ ചുവട് പിടിച്ചുകൊണ്ട് മറ്റ് കമ്പനികളും വില വർദ്ധിപ്പിക്കുമോ എന്നുള്ള കാര്യത്തിൽ. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ഓയിൽ റീറ്റെയിലറാണ് നയാര. പക്ഷേ നയാരയ്ക്ക് പുറമെ ടാറ്റ, റിലയൻസ്, അതുപോലെ തന്നെ വേദാന്ത ഉൾപ്പെടെ മറ്റ് 4 or 5 സ്വകാര്യ കമ്പനികൾ കൂടിയുണ്ട്. ഈ നയാരയ്ക്ക് പിന്നാലെ മറ്റ് കമ്പനികൾ കൂടി ഇതേ തരത്തിൽ തന്നെ വലിയ തോതിൽ ഇന്ധന വില, പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഈ നയാരുടെ തന്നെ ഗുജറാത്തിലെ ദ്വാരക ജില്ലയിലുള്ള വാദിനാർ എന്ന് പറയുന്ന പ്രദേശത്തെ ഒരു റിഫൈനറി അത് അടച്ചുപൂട്ടുന്നു, താൽക്കാലികമായി അടച്ചുപൂട്ടുന്നു എന്നുള്ളൊരു നടപടി കൂടി അവർ അറിയിച്ചിരുന്നു. അത് 35 ദിവസത്തേക്ക് അടയ്ക്കുമെന്നുള്ള കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ റിഫൈനറിയാണ് ഈ വാദിനാറിലുള്ള നയാരുടെ റിഫൈനറി. അതെല്ലാം തന്നെ വലിയ തോതിൽ ഈ ആഗോള ഇന്ധന പ്രതിസന്ധി ഇന്ത്യയെയും പ്രധാനമായിട്ടും നയാരെയും ബാധിക്കുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് നൽകിയിരിക്കുന്നത്. നിലവിൽ എന്തായാലും ഈ പൊതുമേഖല ഇന്ധന കമ്പനികൾ വില വർദ്ധിപ്പിക്കും എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നില്ല. പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാർ അടക്കം ദിനം പ്രതി അത് വ്യക്തമാക്കുന്നുണ്ട്. പെട്ടെന്ന് ഒരു ഇന്ധന വില വർധനവ് ഉണ്ടാകില്ല എന്നുള്ള കാര്യം. പക്ഷേ ഈ സ്വകാര്യ കമ്പനികൾ ഇത്തരത്തിൽ വില കൂട്ടുകയാണെങ്കിൽ ആ ഒരു ചുവട് പിടിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും ഇനിയും ദിവസങ്ങളിൽ ഈ ഒരു സംഘർഷം നിലനിൽക്കുകയാണെങ്കിൽ, അതിലൊരു അയവും ഉണ്ടായില്ലെങ്കിൽ സ്വകാര്യ കമ്പനികൾ ചുവട് പിടിച്ചു. പക്ഷേ പൊതുമേഖലാ കമ്പനികളും ഇന്ത്യൻ ഓയിൽ ഉൾപ്പെടെയുള്ള കമ്പനികളും വില വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായെങ്കിൽ അത് ഇന്ത്യയെ സംബന്ധിച്ചും ജനങ്ങളെ സംബന്ധിച്ചും വലിയ രീതിയിലുള്ള തിരിച്ചടിയായിരിക്കും ഉണ്ടാകുക. മാത്രമല്ല ഇതിനോടകം തന്നെ ഈ വില വർദ്ധിക്കും. അത് പൊതുമേഖലാ കമ്പനികളിലും ഈ ഒരു തിരിച്ചടി ഉണ്ടാകും, വില വർധനവ് ഉണ്ടാകുമെന്നുള്ള ആശങ്ക ജനങ്ങളിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. പ്രജൻ, അസിത. യെസ്, അർജുൻ പീതാംബരനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അസിത, അതിനിടയിൽ മഞ്ചേശ്വരത്ത് ഒരു പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നു. KM അഷ്റഫ് പത്രിക പിൻവലിച്ചു എന്നാണ്. അപ്പോൾ ആ സമ്മർദ്ദത്തിന് വഴങ്ങി SDP സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ചു എന്നാണ്. പക്ഷേ ഇനിയിപ്പോൾ മറ്റെന്തെങ്കിലും നീക്കങ്ങൾ അഷ്റഫിന്റെ ഭാഗത്തുനിന്നുണ്ടോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണണം. കാരണം പാർട്ടിയിൽ നിന്ന് രാജിവെക്കുകയാണ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? അതെ, എന്തായാലും തുടർ സമയങ്ങളിൽ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വരും എന്നു കരുതാം. മറ്റൊരു റിപ്പോർട്ടിലേക്ക് മടങ്ങിപ്പോകുന്നു. രാജ്യത്തെ ഇന്ധന പ്രതിസന്ധിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറി കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി തെരുവിൽ വെച്ചല്ല ചോദിക്കേണ്ടത്, ഓഫീസിൽ വന്ന് ചോദിക്കണമെന്നായിരുന്നു പ്രതികരണം. Oil crisis, if you want to know, come to my ministry. It should be official, not on the streets. Thank you. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. കൊച്ചി എടയാർ വ്യവസായ മേഖലയിൽ വൻ തീപിടുത്തമുണ്ടായി. അപകടത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. ബീഹാർ സ്വദേശി ശത്രുഘ്നൻ മുഖിയാണ് മരിച്ചത്. CG ലൂബ്രിക്കൻസ് എന്ന കമ്പനിയിലാണ് തീപിടുത്തമുണ്ടായത്. CG ലൂബ്രിക്കൻസ് കമ്പനിയുടെ ഓയിൽ സ്റ്റോറേജിന് സമീപം തീപിടുത്തമുണ്ടായപ്പോൾ തന്നെ ജോലി ചെയ്തിരുന്ന 30ഓളം തൊഴിലാളികൾ പുറത്തേക്ക് ഇറങ്ങിയോടി. ബീഹാർ സ്വദേശിയായ ശത്രുഘ്നൻ മുഖ്യ തിരിച്ച് വാൾവടയ്ക്കാൻ കയറിയ സമയത്ത് അകപ്പെടുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തി തീ ഭാഗികമായി അണച്ചതിനു ശേഷമാണ് കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടത്. എന്താ സംഭവിച്ചതെന്ന് കറക്റ്റായിട്ട് ബോയിലർ പൊട്ടിത്തെറിച്ചതാണെന്നാണ് നമുക്കിവിടെ വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത്. കമ്പനി കൊടുത്തേക്കണ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഓടി പുറത്തിറങ്ങണമെന്നുള്ള ഇതാണ് പറയുന്നത്. ഇവർ എല്ലാവരും ഇറങ്ങി. ഈ പുള്ളി രണ്ടാമത് റിട്ടേൺ എന്തോ വാൽവ് എന്തോ ഓഫ് ചെയ്യാനായിട്ട് രണ്ടാമത് കയറിയതാണ്. അപ്പം എന്തോ ഓക്സിജൻ്റെ കണ്ടന്റ് കുറഞ്ഞ് അങ്ങനെ പുള്ളി വീഴുകയാണ് ചെയ്തത്. ശത്രുഘ്നൻ കുടുംബമായി വ്യവസായ പാർക്കിന് സമീപം തന്നെയാണ് താമസം. മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. ഷോർട്ട് സർക്യൂട്ടാണെന്ന് പ്രാഥമികമായി കരുതുന്നു. കമ്പനിയിൽ സുരക്ഷാ കാര്യങ്ങളിൽ വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നാണ് ഫയർഫോഴ്സ് നിഗമനം. പ്രാഥമിക നമുക്ക് അറിയാൻ പറ്റില്ല, അതിനോട് അന്വേഷിക്കേണ്ടതായിട്ട് വേണം. ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള അതോറിറ്റീസ് ഇത് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് പോലെയുള്ള KCB പോലെയുള്ളവർ ഇത് അന്വേഷിച്ചിട്ട് വേണം ഇത് കണ്ടുപിടിക്കാൻ. തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നഷ്ടം കണക്കാക്കുന്നു.
24 കൊച്ചി. കായിക വാർത്തകളിലേക്ക്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇത്തവണ ഉദ്ഘാടന ചടങ്ങ് ഉണ്ടാകില്ല. ബംഗളൂരു ആൾക്കൂട്ട ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് ഉദ്ഘാടന മത്സരം നടക്കുക. അനിൽ വാസുദേവ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനിൽ വാസുദേവ് പറഞ്ഞോളൂ. പ്രജൻ ഈ പറഞ്ഞതുപോലെ തന്നെ വലിയ ആകാംക്ഷയോടുകൂടിയായിരുന്നു ആരാധകരൊക്കെ തന്നെ കാത്തിരുന്നത്. 19ാം സീസണിന് മുന്നോടിയായി എന്തായിരിക്കും IPL ഗവേണിംഗ് ബോഡിയൊക്കെ തന്നെ ആരാധകർക്കായി ഒരു വലിയ ഉത്സവം നടക്കുന്നതിന് മുമ്പ് എന്തായിരിക്കും ഉദ്ഘാടന ചടങ്ങിൽ കാത്തുവെക്കുക എന്ന തരത്തിൽ വലിയ രീതിയിൽ സ്പെക്കുലേഷനൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇത്തവണ ഉദ്ഘാടന ചടങ്ങ് ഉണ്ടാവില്ല എന്ന വിവരമാണ് പുറത്തു വരുന്നത്. കാരണം കഴിഞ്ഞ ജൂൺ 4-ന് RCBയുടെ വിജയാഘോഷത്തിനിടെയാണ് തിക്കിലും തിരക്കിലും പെട്ട 11 പേർ മരിക്കുകയും 50-ലേറെ പേർക്ക് പരിക്കുകയും ചെയ്തത്. അതേ വേദിയിലാണ് ഇത്തവണത്തെ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത്. ഈ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൻ്റെ പരിസരത്ത് വെച്ചാണ് കഴിഞ്ഞ തവണ ഈ വലിയ ദുരന്തം ഉണ്ടായത്. അതിനുശേഷം അവിടെ ഒറ്റ മത്സരങ്ങൾ പോലും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഏറ്റവും ഒടുവിൽ ഏതാനും ദിവസങ്ങൾക്ക് മാത്രം മുമ്പാണ് ഇതിന് മത്സരം നടത്താനുള്ള അനുമതി പോലും കൊടുത്തത്. അപ്പോൾ ഉദ്ഘാടന ചടങ്ങ് വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ ഒരു തരത്തിൽ അത് അന്ന് മരിച്ച ആളുകളോടുള്ള ആദരസൂചകമായി കൂടിയാണ് ഈ ഉദ്ഘാടന ചടങ്ങ് ഒഴിവാക്കുന്നത് എന്നാണ് കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം തന്നെ പരിശീലനത്തിന് ഇറങ്ങുമ്പോൾ ഈ മരിച്ച 11 പേരോടുള്ള ആദരസൂചകമായി അവരുടെ 11ാം നമ്പർ ജേഴ്സി അണിഞ്ഞു ഒപ്പം തന്നെ അവരുടെ പേരിൽ ആ മരിച്ച 11 പേരുടെയും പേര് എഴുതി വെച്ചുള്ള ശിലാഫലകമൊക്കെ തന്നെ അവിടെ സ്ഥാപിക്കാനും തീരുമാനമുണ്ട്. എന്തായാലും ഇത്തവണത്തെ IPL ഒരു വെടിക്കെട്ട് തുടക്കം എന്തായാലും ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ കളർഫുള്ളായ ഒരു തുടക്കം ഉണ്ടാവില്ല എന്നുള്ളതാണ് പ്രജിൻ അക്ഷത. ആന്ധ്രാപ്രദേശ് പ്രകാശം ജില്ലയിലെ മർക്കാപുരത്ത് സ്വകാര്യ ബസ്സിന് തീപിടിച്ച് 14 പേർക്ക് ദാരുണാന്ത്യം. 21 പേർക്കാണ് പരിക്കേറ്റത്. ടിപ്പർ ലോറി ഇടിച്ചാണ് ബസ്സിന് തീപിടിച്ചത്. അപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തി. രാവിലെ 6 മണിയോടെ ഓങ്കോൾ മർക്കാപുരം ദേശീയപാതയിലെ റായവാരത്താണ് അപകടമുണ്ടായത്. ജഗത്യാലിൽ നിന്നും കാളഗിരിയിലേക്ക് സർവീസ് നടത്തിയ ഹരികൃഷ്ണ ട്രാവൽസിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ടിപ്പർ ലോറിയുമായി നേരിട്ട് കൂട്ടിയിടിച്ചതിനെ തുടർന്ന് തീപിടിക്കുകയായിരുന്നു. പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരിൽ ചിലരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. 15 സ്ത്രീകൾ ഉൾപ്പെടെ 45 പേരാണ് ബസ്സിലുണ്ടായിരുന്നത്. ലോറിയുടെ ഇന്ധന ടാങ്കിലേക്കാണ് ബസ് ഇടിച്ചു കയറിയത്. ഇതാണ് തീപിടിക്കാൻ കാരണമെന്ന് പോലീസ് പറഞ്ഞു. അപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപയും പരുക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ആന്ധ്രാപ്രദേശ് മന്ത്രി നര ലോകേഷ് എന്നിവരും അപകടത്തിൽ ദുഃഖം രേഖപ്പെടുത്തി. 24 ചെന്നൈ. അപ്പോൾ ഇന്ന് നമ്മുടെ വനിതാ വാർത്താ അവതാരകർ എത്തി നിൽക്കുന്നത് കോഴിക്കോട് സൗത്തിൽ ക്രസന്റ് ഹൗസിലാണ്. ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉൾപ്പെടെ ഒരു അവകാശവാദവും നിലവിൽ ലീഗ് ഉന്നയിക്കുന്നില്ല എന്ന് അവിടെ നിന്ന് പറയുന്നു ഡോക്ടർ MK മുനീർ. തെരഞ്ഞെടുപ്പിൽ യുവാക്കൾക്ക് അവസരമുണ്ടാകണം. യുവാക്കളും വനിതകളും ഭരണരംഗത്തേക്ക് എത്തണമെന്നും ഡോക്ടർ MK മുനീർ പറഞ്ഞു. മണ്ഡലം ചുറ്റു മഹിളകളിൽ പ്രവിത ലക്ഷ്മിയും ക്രിസ്റ്റിന ചെറിയാനുമാണ് ചേരുന്നത്. കേരള രാഷ്ട്രീയത്തിലേറെ നിർണായകമായ ക്രസന്റ് എന്ന വീട്ടിലാണ് നമ്മളിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ ചങ്കിലുള്ള CH എന്ന് പറയുന്ന 2 അക്ഷരം ഈ വീട്ടിനുള്ളിലായിരുന്നു. നമ്മളിപ്പോൾ ഇരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മകനോടൊപ്പമാണ്. ഡോക്ടർ MK മുനീർ, ആദ്യം തന്നെ ആരോഗ്യം ഓക്കെയാണോ? ആരോഗ്യം ശരിയായി വരുന്നു, പതുക്കെ. മറ്റു പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ കുറവുണ്ട്. പിന്നെ ഇപ്പോൾ കാലിലൊരു മുറിവുണ്ട്, അത് ഉണങ്ങാനുള്ളൊരു സമയം ഒരു 2 ആഴ്ച കൊണ്ട് പൂർണ്ണമായും ഭേദമാവും. പക്ഷേ സജീവമായി തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ട്. എന്തായാലും ആരോഗ്യം മെച്ചപ്പെട്ടിട്ടെ. ഒപ്പം തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിൽ എന്തൊരു നിർണായകമായ മാറ്റം കൊണ്ടുവരുമെന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ട്? ഈ തെരഞ്ഞെടുപ്പിൽ ഈ 2 തവണ കേരളം ഭരിച്ച ഇടതുപക്ഷത്തെ താഴെ ഇറക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത്. കാരണം ഇനിയൊരു തുടർ ഭരണം കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഐക്യജനാധിപത്യ മുന്നണി ടീം UDF 100 സീറ്റ് എന്ന് പറയുന്നതിലേക്ക് തന്നെ എത്താൻ കഴിയുമെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇപ്പോൾ തിരഞ്ഞെടുപ്പിൽ അങ്ങ് മത്സരിക്കാത്തൊരു സാഹചര്യത്തിൽ ഇനി പാർട്ടിക്കുള്ളിൽ അങ്ങയുടെ പ്രവർത്തനം അത് ഏത് തരത്തിലായിരിക്കും? പാർട്ടി എന്ന് പറയുന്നത് ആണല്ലോ എൻ്റെ എല്ലാ നാഡീഞരമ്പുകളിലും എൻ്റെ പാർട്ടിയാണുള്ളത്. അപ്പോൾ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതിന് ആരുടെയും ക്ഷണം കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അത് എൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇനിയിപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് പോകുന്നുണ്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ
പറഞ്ഞ പോലെ 140 മണ്ഡലങ്ങളും പോകാൻ പറ്റിയില്ല എന്ന് വന്നേക്കാം. പക്ഷേ എവിടെയൊക്കെ നമുക്ക് എത്തിച്ചേരാൻ പറ്റുമോ അതിൽ പരമാവധി സ്ഥലങ്ങളിൽ പോയി അവർക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുക എന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ ഈ മാറി വരുന്നൊരു രാഷ്ട്രീയ സാഹചര്യമുണ്ടല്ലോ, ഇപ്പോൾ പ്രത്യേകിച്ച് BJP വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചു വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ എന്നും പാർട്ടിയിൽ അങ്ങ് ഒരു മതേതര മുഖമായിട്ട് നിലനിന്നിരുന്ന ഒരാളാണ്. പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് അങ്ങയുടെ പ്രവർത്തനം. അപ്പോൾ BJP ഉയർത്തുന്ന ഈ ഭീഷണി അത് ഏതെങ്കിലും തരത്തിൽ ഈ മണ്ഡലത്തിലോ അല്ലെങ്കിൽ കേരളത്തിലുടനീളമോ ഏതെങ്കിലും തരത്തിൽ വോട്ട് ഷെയറിനെ അത് ബാധിക്കുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ സാധാരണ ഇടതുപക്ഷവും UDFും തമ്മിലാണ് മത്സരം. ആ മത്സരം അങ്ങനെ തന്നെ ആകണമെന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം വർഗീയമായൊരു ചിന്ത ഒരിക്കലും നമ്മുടെ ജനങ്ങളുടെ മനസ്സിലില്ല. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ നിയമസഭയിൽ, അതിനു മുമ്പ് രാജഗോപാൽ ജയിച്ചിരുന്നെങ്കിലും കഴിഞ്ഞ നിയമസഭയിൽ BJPയുടെ ഒരു പ്രതിനിധി പോലും ഉണ്ടായിട്ടില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജനങ്ങൾ അടിസ്ഥാനപരമായി മതേതരത്വത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഒരു ധ്രുവീകരണം ആഗ്രഹിക്കുന്നില്ല. അത് ഏത് ഭാഗത്തു നിന്നായാലും. ഒരൊറ്റ ചോദ്യം കൂടി അങ്ങോട്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ UDF അധികാരത്തിൽ വന്നാൽ ലീഗ് ഉപമുഖ്യമന്ത്രി പദം ആവശ്യപ്പെടുമോ? നമ്മൾ അതിനെക്കുറിച്ചൊന്നും പിന്നെ ഒരു അവകാശവാദം ഉന്നയിച്ചിട്ടില്ല. കാരണം നമുക്ക് സുപ്രധാനം ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരിക എന്നുള്ളതാണ്. ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരാൻ വേണ്ടിയുള്ള ശ്രമത്തിനിടയിൽ ഉപമുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഞങ്ങളുടെ എല്ലാ നേതാക്കന്മാരും ഒരേ സ്വരത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അഴിമതിയുടെ കറപുരളാത്ത രണ്ട് നേതാക്കൾ ഇപ്പോൾ ജീവിക്കുന്ന വീടാണ്. അപ്പോൾ എൻ്റെയൊക്കെ കുഞ്ഞിലെ എൻ്റെ അമ്മ പറഞ്ഞു തരുമായിരുന്നു നമുക്ക് ഏറെ ജനകീയനായ അഴിമതി ഇല്ലാത്ത ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, അത് CH ആണെന്ന്. അങ്ങനെ കേട്ടു, അങ്ങനെ കാണാൻ സാധിച്ചതിൽ ഏറെ സന്തോഷം. എന്തായാലും സന്തോഷം. അപ്പോൾ നമ്മുടെ മണ്ഡലം ചുറ്റിയുള്ള മഹിളകളുടെ യാത്ര ഇനിയും തുടരും. നമ്മൾ അടുത്ത ഇടത്തു നിന്ന് പ്രേക്ഷകരിലേക്ക് എത്തും. യെസ്, അപ്പോൾ 1 PM ന്യൂസ് അവസാനിക്കാനുള്ള സമയമായിരിക്കുകയാണ്. എന്തായാലും അടുത്ത മണിക്കൂർ, എനിക്ക് തോന്നുന്നു 3 മണിയോടുകൂടി തന്നെ അവസാന മത്സര ചിത്രം കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ആരൊക്കെയാണ് മത്സരരംഗത്ത് എന്നുള്ളത് വ്യക്തമാവുകയും ചെയ്യും. ഇനി കൊണ്ടുപിടിച്ച പ്രചാരണത്തിന് ദിനങ്ങളാണ്, 2 ആഴ്ച മാത്രമാണ് ഇനി വോട്ടെടുപ്പിന് ബാക്കിയുള്ളത്, അല്ലേ? എന്തായാലും നമുക്കിതാ ഈ വിവരം തന്നെ പറഞ്ഞ് 1 PM ന്യൂസ് അവസാനിപ്പിക്കും.